ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടായി. ഇനി ദേവസ്വം ബോർഡ് മന്ത്രിയാണോ അതോ ക്യാപ്റ്റനാണോ? ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വെറും കുറ്റാരോപിതൻ മാത്രമാണ്. മാങ്കൂട്ടത്തിനെതിരെ ഇരുട്ടവിളക്ക സമരം ചെയ്തവരാണ്. അദ്ദേഹത്തെ കുറ്റം പോലും ആരോപിച്ചിട്ടില്ല, ഒരു FIR പോലും ഇട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പുറകെ അദ്ദേഹത്തെ രാജിവെപ്പിച്ച് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പോരാ, MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്തുകൊണ്ട് നടന്നവരാണ് പറഞ്ഞത്. വെറും കുറ്റാരോപിതൻ മാത്രമാണ്. വെറുതെ പോകുന്ന ഒരാളൊക്കെ കുറ്റം ആരോപിച്ച് അത്രയ്ക്ക് ലഘുവായിട്ടാണ് നമ്മളെ പഴയ എക്സൈസ് ഗോവിന്ദൻ കാണുന്നത്. അപ്പോൾ ശബരിമലയിൽ പ്രധാനപ്പെട്ട അറസ്റ്റുകൾ നമ്മൾ 17-ാം തീയതിക്ക് ശേഷം പ്രതീക്ഷിച്ചിട്ടുണ്ട്. കാര്യം ഹൈക്കോടതി ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ചില ഈ സ്വർണത്തിൻ്റെ എക്സ്പെർട്ടുകളുമായിട്ട് ചേർന്ന് സന്നിധാനത്ത് പരിശോധന നടത്തിയായിരുന്നു. നിലവിലുള്ള പാളികളും പിന്നെ പഴയ പാളികളും ഒക്കെ തമ്മിൽ ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിൽ എത്ര സ്വർണം അടങ്ങിയിട്ടുണ്ട് എന്ന് കണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം എന്നാലേ കുറ്റപത്രം ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയത്തില്ല. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടത് ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡ് ഇതുവരെയും പരാതിക്കാരനായിട്ടില്ല. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിനെയും കൂടെ കോടതി ഈ കേസിൽ പ്രതി ചേർക്കേണ്ടി വരുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ നടന്ന മോഷണത്തിന് എനിക്ക് പരാതിയില്ല, പക്ഷെ പോലീസ് കേസെടുത്ത് കഴിഞ്ഞാൽ എന്നെ കൂടെ യഥാർത്ഥത്തിൽ പ്രതി ചേർത്താലേ പറ്റത്തുള്ളൂ. സംശയദൃഷ്ടി വരും. അപ്പം ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് ഇപ്പോൾ പടി ഇറങ്ങിപ്പോയ പ്രസിഡന്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. കാര്യം അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഈ രണ്ടാമത് ഈ തിരുവോണത്തിന് ശേഷം നട അടച്ചതിന് ശേഷം ഈ സ്വർണ്ണപ്പാളി മുറിച്ചെടുത്ത് ചെന്നൈക്ക് കൊടുത്തയച്ചതും ആകസ്മികമായി അവിടെ എത്തിയ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഇത് കാണാനിടയായി അദ്ദേഹം ഇത് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനകത്ത് അറസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, പ്രതി ചേർത്തേ പറ്റത്തുള്ളൂ. പിന്നെ ലൈനിൽ നിൽക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിൽ 3ാമത്തെ ആളാണ് അദ്ദേഹം. ഇനി നിൽക്കുന്നത് 3 ദേവസ്വം മന്ത്രിമാരുണ്ട്. ഈ 3 പേരുടെയും സമയത്ത് മന്ത്രിമാരായിരുന്നവർ. എന്തായാലും ഇവരുടെയൊക്കെ വായിൽ നിന്ന് കിട്ടുന്ന മൊഴി എന്താണെന്ന് അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ 3 രാഷ്ട്രീയക്കാരുടെ ഭാവി. ഒരാൾ MLA ആണ്, ഒരാൾ മന്ത്രിയാണ്, ഒരാൾ MP ആണ്. അപ്പം പാർട്ടി പറയുന്നതെന്ന് ഞങ്ങൾക്കറിയാം. പാർട്ടിയുടെ ഘടന അനുസരിച്ച് എന്ത് കാര്യം മുകളിൽ തട്ടിൽ അറിയുമല്ലോ. എല്ലാം അറിഞ്ഞ ആൾ ഒന്നും നടക്കത്തില്ല, അവർക്കെല്ലാം അറിയാം. പക്ഷേ ഈ പാർട്ടിക്കാരെ അറസ്റ്റ് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴത്തേക്ക് പിണറായി വിജയൻ്റെ പോലീസ് പാർട്ടിയുടെ 3 MLA-മാരെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേട് ആലോചിച്ച് നോക്കണം. ആ ഗതികേടിലേക്ക് കൊണ്ട് എത്തിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാര്യം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് 3-ാം തീയതി വരുമ്പോഴത്തേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളും വെളിയിൽ കാണരുത് എന്ന് തന്നെ, അവരെല്ലാവരും കോടതിയിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് അതിൻ്റെ മലയാളം. അപ്പോൾ 3-ാം തീയതിക്ക് മുമ്പായിട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഒരു ദേവസ്വം ബോർഡ് സെക്രട്ടറി, 3 MLA. ഈ ധൈര്യം എങ്ങനെ വന്നു? കാരണം കേരളത്തിലെ 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്, ഒന്ന് ശബരിമല, മറ്റൊന്ന് ഗുരുവായൂർ. ആ ശബരിമലയിൽ നിന്നും ഇത്രയും വലിയ തട്ടിപ്പ് നടത്താൻ, ഗൂഢാലോചന നടത്താൻ എവിടെ നിന്നാണ് പിന്തുണ ലഭിക്കുന്നത്? കാലാകാലങ്ങളായിട്ട് ഇത് ശബരിമലയിൽ നടന്നു വരുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ ശബരിമല എന്നും തുടക്കം മുതൽ തന്നെ ഏത് ഗവൺമെൻറ് ഭരിച്ചു കഴിഞ്ഞാലും അവിടുത്തെ യൂണിയൻ നേതാക്കൾ മുഴുവൻ CPM-ന്റെ യൂണിയൻകാരാണ്. അവരറിയാതെ അവിടെ ഒന്നും നടക്കത്തില്ല. ദേവസ്വം മന്ത്രി കോൺഗ്രസ്സുകാരനായിട്ട് കാര്യമൊന്നുമില്ല. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ആ സമയത്ത്, മന്ത്രിയും ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റും ഒക്കെ കോൺഗ്രസ് ആയിരിക്കുമ്പോഴത്തേക്കും ഉദ്യോഗസ്ഥ തലത്തിലും തന്ത്രി തലത്തിലും ഇവിടെ തുടർച്ചയായിട്ടുണ്ടാവുന്ന 2 ആൾക്കാർ തന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരുമാണ്. ഈ തന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും തുടർച്ചയായിട്ടുണ്ടാവുന്ന ആൾക്കാരാണ്, മാറുന്നില്ല. അപ്പോൾ അവരുടെ അറിയാതെ ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ തന്ത്രി കുടുംബത്തിലെ ചോദ്യം ചെയ്യേണ്ടി വരും. അതെന്തായാലും ഈ മകരവിളക്ക് സീസൺ കഴിഞ്ഞതിന് ശേഷം, മകരവിളക്ക് സീസൺ കഴിയുന്നത് വരെ തന്ത്രി കുടുംബത്തിനെ ചോദ്യം ചെയ്യുന്നത് ഒഴിവാക്കാനാണ് സാധ്യത. കാര്യം അത് ഭക്തരിൽ വിപരീതമായിട്ടുള്ള പക്ഷെ കള്ളം ചെയ്താണെങ്കിൽ ശരി തന്നെയാണ്, കള്ളം നമുക്ക് പിടിക്കാന്നുള്ളൂ. പക്ഷേ ശബരിമല സീസണെയും ആ സമയത്തുള്ള ഭക്തരുടെയും മൃഗാരങ്ങളെ വ്രണപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് കുറച്ചുകൂടെ സമയം കൊടുക്കും. കാര്യം ദേവസ്വം ബോർഡിൻ്റെ ഈ സമയത്ത് ശബരിമലയുടെ മേൽശാന്തി 17-ാം തീയതി പടി ഇറങ്ങിയതേ ഉള്ളൂ. അദ്ദേഹത്തെ 2 ദിവസത്തിനകത്ത് ചോദ്യം ചെയ്യേണ്ടി വരും. കാര്യം അദ്ദേഹമാണ് ഈ കേസിലെ ഒന്നുകിൽ സാക്ഷിയായിട്ട്, അല്ലെങ്കിൽ പ്രതിയായിട്ട്, അല്ലെങ്കിൽ മാപ്പ് സാക്ഷിയായിട്ട്, ഈ 3-ൽ ഏതെങ്കിലും ഒരു റോളിൽ ശബരിമലയുടെ മുൻ മേൽശാന്തി വന്നേ പറ്റൂ. ഇപ്പോൾ ശബരിമല മേൽശാന്തി ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, ദേവസ്വം ബോർഡ് സെക്രട്ടറി ഉണ്ട്, 3 ദേവസ്വം മന്ത്രിമാരുണ്ട്. അതിനുശേഷമായിരിക്കും തന്ത്രി കുടുംബത്തെ ചോദ്യം ചെയ്യുക.
കാര്യം ഇതിൽ ശബരിമലയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കുടുംബപരമായിട്ട് അവർക്ക് പാരമ്പര്യമായിട്ട് നൽകി വരുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനം തുടരണോ എന്നുള്ള കാര്യം പോലും ഗവൺമെൻറ് ആലോചിക്കേണ്ടി വരും. കാര്യം ഒരു കുടുംബത്തിന് കുത്തകാവകാശം നടത്തിയിട്ട് ആ കുടുംബത്തിൽ നിന്ന് നേരത്തെ 1-2 വിഷയങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടായപ്പോഴത്തേക്ക് എല്ലാം ഭക്തർ വിശ്വാസത്തിൻ്റെ പുറത്ത് കണ്ണടച്ചു. പക്ഷേ ഈ കൊള്ളയ്ക്കും കൂടെ ശബരിമല തന്ത്രിയും തന്ത്രിയുടെ കുടുംബവും കൂട്ടുനിന്നു എന്ന് കാണുകയാണെങ്കിൽ അയ്യപ്പൻ്റെ മുമ്പിൽ അവർ കുറ്റക്കാരാണെങ്കിൽ ഭക്തർക്ക് അവരടുത്ത് യാതൊരു ദാക്ഷിണ്യവും കാണത്തില്ല. അവരെ ശബരിമലയുടെ ചിലപ്പോൾ തന്ത്രത്തിൽ നിന്ന് തന്നെ അവർ ഒഴിവാക്കേണ്ടി വരുന്ന ഒരു അവസരം ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് സ്വന്തം കീശ നിറയ്ക്കാനാണോ അതോ ശബരിമല തകർക്കാനാണോ ഗൂഢാലോചനയും ഈ അടിച്ചുമാറ്റലും നടക്കുന്നത്? 2 കാര്യവും നടക്കും. ഒന്ന്, ശബരിമലയിൽ വന്നിട്ട് ഒരു ഷണ്ടനെ പോലെ 2 കൈയും പുറകെ കെട്ടി നിൽക്കുന്ന മന്ത്രിമാരാണ് നമുക്കുള്ളത്. അതായത് അയ്യപ്പനിൽ വിശ്വാസമില്ലാത്തവർ എന്തിന് പടിയേറി അങ്ങേറ്റം വരെ പോയി അദ്ദേഹത്തെ മുഖം കാണിക്കാൻ പോകുന്നു? എന്തിന് ശബരിമലയുടെ ആ പരമപവിത്രമായ സന്നിധാനം മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഇവരോട് പോകുന്നു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അവർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വരിവരിയായി അകത്ത് പോവുകയാണ്. അവർക്കൊക്കെ ഉള്ളത്, അവർക്ക് എല്ലാവർക്കും ഉള്ളത് ഭഗവാൻ കൊടുക്കും, അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ അകത്ത് വിശ്വാസമില്ലാത്ത മന്ത്രിമാരുടെ കീഴിൽ ശബരിമലയ്ക്ക് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി മനസ്സിലാക്കും. ശബരിമല നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെയ്ത മാതിരി, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തുടക്കം ഇങ്ങനെയായിരുന്നു. കാലാകാലങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളും അവിടുത്തെ കമ്മീഷണർമാരും എക്സിക്യൂട്ടീവ് ഓഫീസർമാരും ഒക്കെ കടത്തുന്നതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഈവൻ രാജകുടുംബത്തിൻ്റെ പേര് വരെ അതിനകത്ത് പരാമർശിക്കപ്പെട്ടിരുന്നു. അതിൽ ആരിലും വിശ്വാസം ഇല്ലാതിരുന്ന സമയത്താണ് സുപ്രീം കോടതി ഇടപെട്ടിട്ട് ഒരു പ്രത്യേക ഭരണസമിതിയെ നിയോഗിക്കേണ്ടി വന്നത്. ശബരിമലയിലും ആ ഒരു അവസരം വേണ്ടിവരും. മാത്രമല്ല അടുത്ത ദേവപ്രശ്നം വയ്ക്കുമ്പോഴത്തേക്ക് തന്ത്രിമാരവിടെ തുടരണോ എന്നുള്ള കാര്യം കൂടെ ദേവപ്രശ്നത്തിൽ, അത് ദേവന് ഹിതമാണോ എന്നുള്ള കാര്യം അന്വേഷിച്ചിട്ട് തന്ത്രി കുടുംബമാണ് ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരവിടുന്ന് നിഷ്കാഷണം ചെയ്യാതെ ശബരിമലയിലെ ആ പരിപാവന അത് ഒരിക്കലും അവിടെ തിരിച്ചു കിട്ടത്തില്ല. ഇത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടിക്കുന്ന കാര്യമാണല്ലോ. അവർ തങ്ങളുടെ പണം മുടക്കി പോകുന്ന ആ ക്ഷേത്രത്തിൽ തന്നെ തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. അല്ല, ശബരിമലയിൽ ഭക്തർ വളരെ സംയമനം പാലിച്ചു പോകുന്ന ഒരു, നമ്മൾ ഈ 41 ദിവസത്തെ വ്രതം എന്ന് പറയുന്നത് തന്നെ സംയമനം പാലിക്കാൻ വേണ്ടിയിട്ടാണ്. വ്രതം എടുക്കുന്നത് തന്നെ സംയമനത്തിൻ്റെ ആ കാനന യാത്രയ്ക്കുള്ള മുൻകരുതലും സംയമനവുമാണ്. അല്ലെങ്കിൽ ഇന്നലെ മെനിങ്ങാന്നും അവിടെ ഉണ്ടായ സംഭവങ്ങളിൽ തന്നെ ഭക്തർ, വേറെ ഏതെങ്കിലും ഒരു അമ്പലമായിരുന്നെങ്കിൽ ഭക്തർ അക്രമാസക്തരാകുമായിരുന്നു. കാര്യം അവർക്ക് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ സംവിധാനങ്ങളും കഴിഞ്ഞ 6 മാസമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ വസ്തുത. അവിടുത്തെ പത്തനംതിട്ട കളക്ടർ അതിന് ഉത്തരവാദിയാണ്, മന്ത്രി ഉത്തരവാദിയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉത്തരവാദിയാണ്. ഇവരെല്ലാം കൂടെയാണ് ചെയ്യേണ്ടത്. ആയിരക്കണക്കിന് നാം ഇപ്പോൾ കാണുന്ന ഒരു സംഭവമാണ്. നിലവിലെ മന്ത്രിയോട് ചോദിക്കുമ്പോൾ പറയും പഴയ മന്ത്രി എന്ന് പറയും. അതെ. ഇപ്പോൾ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചോദിക്കുമ്പോൾ പറയും പഴയ ദേവസ്വം ബോർഡ്. പ്രശാന്ത് ഇരുന്നപ്പോഴും ഇതായിരുന്നു. അതെ, പഴയ ദേവസ്വം ബോർഡ്. ഇപ്പം പഴയതും പുതിയതും എല്ലാവരും കൂടെ അകത്ത് പോയിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന് ചീട്ട് കളിക്കാനുള്ള ഏകദേശം അംഗസംഖ്യ അവിടെ ആയിട്ടുണ്ട് ജയിലിനകത്ത്. അപ്പോൾ ഇത് പഴയതായാലും പുതിയതായാലും ഭക്തർ ശരിക്കും അസംതൃപ്തരാണ്. അവർ പ്രതികരിക്കും. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ്റെ സമയം കൂടെ ആകുമ്പോഴത്തേക്ക് അവരെ രണ്ടും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. ഒരു ഇലക്ഷൻ ഒരുമിച്ച് വരുന്നുണ്ട്, ഇതിൻ്റെ കൂടെ മണ്ഡലകാലം ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പം ഭക്തർക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്, എന്നാൽ പ്രതികരിക്കേണ്ട ഒരവസ്ഥയാണ്. ഒന്ന്, അവിടെയുള്ള മോഷണം നടന്നതിലുള്ള വിദ്വേഷം എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ കൂടെ യാതൊരു സാഹചര്യങ്ങളും ഒഴിവാക്കാതെ ഇന്നലെ ആന്ധ്രയുടെയും കർണാടകയുടെയും മന്ത്രിമാരെ കേരള ദേവസ്വം ബോർഡ് മന്ത്രിക്ക് കത്തയച്ചു എന്ന് പറയുന്നത് കേട്ടു. ദേവസ്വം മന്ത്രിക്ക് കത്തയച്ചു എന്ന് പറയുന്നത് കേട്ടു. കാര്യം അവരവിടെ ചെന്നിട്ട് പറയുകയാണ് ഇവിടെ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാന്ന്. ഇവരൊക്കെ ഏതെങ്കിലും കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും നല്ല തീർത്ഥാടന കേന്ദ്രങ്ങൾ പോയൊന്ന് കാണണം, അവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ്. ഞാൻ 25 വർഷത്തിന് മുമ്പ് പോകുമ്പോഴത്തേക്ക് തന്നെ തിരുപ്പതിയിൽ ഈ എല്ലാവർക്കും വിശ്രമിക്കാനുള്ള, ഓരോ വഴിയരികിലും വിശ്രമിക്കാനുള്ള വലിയ വലിയ ഹാളുകൾ, വലിയ ഹാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000-1500 പേർക്ക് ഇരിക്കാമെന്നുള്ള നമ്മുടെ വലിയ കല്യാണ മണ്ഡപം പോലുള്ള ഒരു ഹാള് കെട്ടിയിട്ടിട്ട് അവിടെ എല്ലാവർക്കും ഭക്തിയുടെ ടെലിവിഷൻ ചാനലുകൾ 24 മണിക്കൂറും കാണാനും ഇരിക്കാനും വിശ്രമിക്കാനും പ്രാഥമിക സൗകര്യങ്ങൾക്കുള്ള കെട്ടിടങ്ങളും, ഒരു ഹോട്ടലിൽ പോകുന്നതിൻ്റെ അതേ ഒരു പ്രതീതിയാണ് നമ്മൾ അവിടെ പോകുന്നത് വരെ നമുക്ക് തോന്നും. നമ്മളൊരു ഹോട്ടലിൽ എങ്ങനെയാണോ താമസിക്കുന്നത് അത്രയും സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. ഒരു 10-12ഓളം പേർ ഒരു ഹാളിനകത്ത് 12ഓളം ശുചീകരണ തൊഴിലാളികൾ റൗണ്ട് ദ ക്ലോക്ക് വർക്ക് ചെയ്യാണ്. അവർക്ക് രാത്രി പകലൊന്നുമില്ല, റൗണ്ട് ദ ക്ലോക്ക് ഷിഫ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും സൗകര്യങ്ങൾ. കാര്യം 1000-1200 ഭക്തർ അവിടെ ഉള്ള സമയമാണ്. അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ, ചിലപ്പോൾ കാനനപാതയായതുകൊണ്ട് നമുക്ക് അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ, പക്ഷേ അടിസ്ഥാന മെഡിക്കൽ സൗകര്യങ്ങളെങ്കിലും നമുക്കവിടെ കൊടുക്കാമായിരുന്നു.
ഇനി അവിടെ ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത് കുടിവെള്ളം നൽകാമല്ലോ. ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത് ഈ ഭക്തർ അവിടെ വീഴുന്നു മരിക്കുന്നത് ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല എന്നാണ്. ഹൈക്കോടതിക്ക് കയ്യും കാലും ഇല്ലല്ലോ, അതുകൊണ്ട് അവർക്ക് ഇത് പറയാനേ സാധിക്കത്തുള്ളൂ, ഉദ്യോഗസ്ഥന്മാരെ ശാസിക്കാനേ സാധിക്കത്തുള്ളൂ. എന്തായാലും പ്രകോപനങ്ങളൊന്നും ഉണ്ടാകാതെ ഈ മണ്ഡലകാലം വളരെ ഭംഗിയായിട്ട് തീർത്ഥാടനം നടത്തട്ടെ. ഉപ്പ് തിന്നവരും ഉപ്പ് തീറ്റിച്ചവരും, അതൊരു പ്രയോഗമാണ്. ഉപ്പ് തിന്നവരല്ല വെള്ളം കുടിക്കേണ്ടത്, ഇവരെ കൊണ്ട് ഉപ്പ് തീറ്റിച്ചവരും വെള്ളം കുടിക്കാൻ മാത്രമല്ല, ഇവരെ പറ്റുമെങ്കിൽ കെട്ടിത്തൂക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് വിട്ടുകൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ വാസുവിനെയൊക്കെ കസ്റ്റഡിയിലില്ലാതെ ജനങ്ങളെ നടുക്കളോട്ട് വിട്ടുകൊടുത്താലുള്ള അവസ്ഥ ആലോചിച്ച് ആൾക്കാർ ചവിട്ടിക്കൊല്ലും. അപ്പോൾ ഇവരെയൊക്കെ ഉപ്പ് തിന്നവരെല്ലാവരും വെള്ളം കുടിച്ചാൽ മാത്രം പോരാ, ഉപ്പ് തീറ്റിച്ചവരും അതിന് കൂട്ടുനിന്നവരും അതിന് കൈയടിച്ചവരും എല്ലാവരും ഇതിന് ഉത്തരവാദികളാണ്. ഓരോരുത്തരായിട്ട് അകത്ത് വെക്കൊണ്ടേയിരിക്കുന്ന ആ വാർത്തകളാണ് നമ്മൾ കണ്ടത്. ഇന്നലെ വൈകുന്നേരം ഉച്ചയ്ക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അറസ്റ്റ് ഇമ്മിനൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായിരുന്നു. ഇനി അടുത്ത് പ്രശാന്തിൻ്റെ ഊഴമാണ്. ജയശ്രീയുടെ അറസ്റ്റ് 25-ാം തീയതി കോടതി തടഞ്ഞേക്കുന്നു. അവിടെയും ഗവൺമെൻറ് ഹൈക്കോടതി ആവശ്യപ്പെട്ട രേഖകൾ സമയത്ത് സമർപ്പിക്കാത്തത് കൊണ്ടാണ് അവരുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. അതും ഒരു കള്ളക്കളിയാണ്, ഒരു ഡിലേ ടാക്ടിക്സ് ആണ്. അത് കൊടുത്തു കഴിയും കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ഈ കാര്യത്തിൽ ആരും ഈ നമ്മുടെ പത്മകുമാർ പോലും മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. എല്ലാം കൃഷ്ണൻ്റെ പര്യായങ്ങളാണ്. വാസുവും കൃഷ്ണൻ്റെ പര്യായമാണ്, വാസുദേവർ. ഉണ്ണികൃഷ്ണനും കൃഷ്ണൻ്റെ പര്യായമാണ്, പത്മകുമാറും കൃഷ്ണൻ്റെ പര്യായമാണ്. ഈ കൃഷ്ണന്മാരെല്ലാം കൂടെ കള്ളന്മാരായിട്ട് ശബരിമലയിൽ വിലസുന്നതാണ് നമ്മൾ കാണുന്നത്.